ഒരു ബിൽഡിങ്ങിൽ ഒറ്റ രാത്രി കൊണ്ട് 5 ലക്ഷം രൂപയുടെ എക്യുപ്മെന്റ് നശിച്ചുപോയി. കാരണം ന്യൂട്രൽ ലോസ് ആണ്. എന്താണ് ന്യൂട്രൽ ലോസ്? നമ്മൾ വീട്ടിലോട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 വയറാണ്. അതിലൊന്ന് ഫേസ് ഉണ്ടാവും, അതേപോലെ ന്യൂട്രൽ ഉണ്ടാവും. ആ ന്യൂട്രൽ ഇൻ കേസ് നഷ്ടപ്പെടാം, ഒന്നെങ്കിൽ നമ്മൾ പോസ്റ്റിൽ വെച്ചായിരിക്കും, അത് മീറ്റർ ബോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ നഷ്ടപ്പെടും. 3 ഫേസിലാണെങ്കിൽ 4 വയറുണ്ടാവും, അതിൽ 3 ഫേസ് ആയിരിക്കും. അതിൻ്റെ ന്യൂട്രൽ പോയി കഴിഞ്ഞാലും അപകടമാണ്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ഡാമേജ് ആവും. അതിനൊരു പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇംബാലൻസ് ആണ്. അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വരിക. അപ്പം ഇതുകൊണ്ട് തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ, ഫ്രിഡ്ജ്, അതേപോലെ തന്നെ AC, അങ്ങനെ എല്ലാ ഉപകരണങ്ങളും ഡാമേജ് വരും. ലൈറ്റ് ഉൾപ്പെടെ എല്ലാം പോകും. ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? പ്രോപ്പർ എർത്തിങ് ചെയ്യുക. അതുപോലെ തന്നെ RCCB MCCBയുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ന്യൂട്രൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റിലേകളുണ്ട്. അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ് ഇമ്പിൾസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന റിലേസുകളുണ്ട്. പല കോലത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൾ നമുക്ക് മീറ്റർ ബോർഡിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. ന്യൂട്രൽ എവിടെയും ഫാൾട്ട് വരാതെക്കാനുള്ള ഡിസൈൻസ്, അതുപോലെ ലൂസ് കോണ്ടാക്ട്സ് വരാതെക്കാനുള്ള മുൻകരുതലുകൾ ഒക്കെ നമുക്ക് എടുക്കണം ഇതിൽ. അതുപോലെ തന്നെ വർഷാവർഷം നമ്മൾ ഈ പറഞ്ഞ മാതിരി എല്ലാ MCBകളും നമ്മുടെ ജോയിന്റുകളൊക്കെ ഒന്നും കൂടി ടൈറ്റ് ചെയ്യണം. അതൊരു പ്രിവെന്റീവ് മെത്തേഡാണ്. അതായത് നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇത് ചെറിയൊരു മെക്കാനിക്കൽ സ്വിച്ചുകളാണ്. ഇതിൽ ചെറിയ ലൂസുകളൊക്കെ വരുത്തും. അപ്പോൾ വർഷത്തിലൊരു ചെക്കപ്പ് നടത്തുക, എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. പലപ്പോഴും അപകടം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് ഈ ലൂസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അപകടത്തിന് മുന്നേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവോയ്ഡ് എന്ന് കമൻറ്റ് ചെയ്യുക.